അടിയിലെ നന്നായിട്ട് കരിഞ്ഞു. പിന്നെ എനിക്ക് കരിഞ്ഞതിന്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാ. പിങ്കിക്ക ഒന്ന് മാറിക്കേ. എന്ത് കിച്ചൺ കാണിച്ചു വെച്ചേക്കണേ? ഇത് കിച്ചൺ ആണോ അതോ പൂരപ്പറമ്പാ? പിങ്കി, നിനക്ക് ഇവിടെ കണ്ടിട്ട് എന്താ തോന്നിയത്? പൂരപ്പറമ്പായിട്ടാണോ? ഐ തിങ്ക് ദിസ് ഇസ് എ കിച്ചൺ. അതെ, കിച്ചൺ തന്നെയാ. പിന്നെ ഇവക്ക് മാത്രം എന്താ ഇത് പൂരപ്പറമ്പായിട്ട് തോന്നി? എനിക്ക് തോന്നുന്നേ ഇവളുടെ കണ്ണിന് എന്തെങ്കിലും പ്രശ്നം കാണും, അതായിരിക്കും. എന്റെ കണ്ണിനെ അത്യാവശ്യം പ്രശ്നമുണ്ട്. ഇനി മാറിക്കേ. ഞങ്ങളൊക്കെ കുറച്ച് വൃത്തിക്കും വെടുപ്പിനാ ജീവിക്കുന്നത്. അതുകൊണ്ട് കിച്ചണൊക്കെ നല്ല വൃത്തിക്ക് ഇടുന്നത്. എന്തോ ഈ കാണുന്ന പാനൊക്കെ എന്തോ കാണിച്ചു വെച്ചിരിക്കുന്നേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്ര ഇമോഷണൽ ആവുന്ന എന്തിനാ ചാരു? ചാരുനിപ്പോ എന്താ വേണ്ടേ? കിച്ചൺ നീറ്റ് ആവണം, അത്രയല്ലേ ഉള്ളൂ. അതെ. അതിനിപ്പോ ചാരു ക്ലീൻ ചെയ്തോ. പിങ്കിക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ? എനിക്കൊരു ഒബ്ജക്ഷനും ഇല്ല. നമുക്ക് ഹലോ, ഞാൻ ക്ലീൻ ചെയ്യണോ? നിങ്ങളെ തൊഴുത്ത് പോലിട്ടാണ് ഈ സാധനം ഞാൻ ക്ലീൻ ചെയ്യണോ? ചാരു, മര്യാദയ്ക്ക് സംസാരിച്ചോണം. ഞാനിപ്പോ പഴയ പപ്പിയല്ല, എനിക്ക് കുറെ പവറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ മനസ്സറിഞ്ഞ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞുണ്ടല്ലോ, അത് അതുപോലെ വലിക്കും. നീ ചെയ്യടി, എനിക്ക് പുല്ലാണ്. ഐ വിൽ കേഴ്സ് യു. ആണോ? അതൊന്നും നീ കഴിച്ചു. നീ എന്നെ തടയരുത്. ഞാൻ ഇവിടെ ശപിക്കാൻ പോവാ. ഞാൻ ഇന്ന് ഇവിടെ ഇല്ലാതാക്കും. ഞാൻ തടയില്ല, ഗോ ഹെഡ്. ആണോ? ആദ്യം മെനക്കൊരു മുട്ട പൊരിച്ചത് ഉണ്ടാക്കാൻ പഠിക്ക്, എന്നിട്ട് നീ ശപിക്ക്. ഇന്ന് പോടെ തള്ളാൻ. പപ്പി, നീ എന്താണോ ശപിക്കാത്തെ? അതെ, ഇന്ന് ബ്ലാക്ക് മൂണാ. ബ്ലാക്ക് മൂൺ ആണെങ്കിൽ എന്താ കുഴപ്പം? ഞാൻ അവളെ ശപിക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി പോവുമായിരുന്നു. അപ്പോൾ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് പറഞ്ഞു ഇന്ന് ബ്ലാക്ക് മൂൺ ആണ്, ശപിക്കാൻ പാടില്ലെന്ന്. ബ്ലാക്ക് മൂൺ ആണെങ്കിൽ നമ്മൾ ആരെങ്കിലും ശപിച്ച അവരുടെ ആത്മാവ് കോടാനുകോടി വർഷം ഭൂമിയിൽ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കും. അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നാലേ നമ്മുടെ ഇവിടുത്തെ നാട്ടുകാർക്കും പരിസരവാസികൾക്കൊക്കെ അത് ബുദ്ധിമുട്ടാകത്തില്ലേ? അതുകൊണ്ടാണ് ഞാൻ ശപിക്കാൻ. മനസ്സിലായോ? പപ്പി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ശരിക്കും പപ്പിക്ക് ഇതൊക്കെ അറിയോ? അതെന്താ നിനക്കിപ്പോൾ അങ്ങനെ ഒരു സംശയം? അല്ല, അത് വേറൊന്നും കൊണ്ടല്ല. അന്ന് നീ പറഞ്ഞു ഗോസ്റ്റ് വരുമെന്ന്. പക്ഷെ ഞാനൊരു ഗോസ്റ്റിനെയും കണ്ടില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ വെച്ച് ഞാൻ എന്തൊക്കെയോ നടക്കും എന്നൊക്കെ വിചാരിച്ചു, അതും നടന്നില്ല. അപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം. നീ പറഞ്ഞു വരുന്നത് എൻ്റെ കഴിവിൽ നിനക്ക് ഡൗട്ട് ഉണ്ടെന്ന് അല്ലേ? അങ്ങനെയല്ല, നീ അങ്ങനെ തന്നെ ഉദ്ദേശിച്ചത്. എന്നാ നീ കേട്ടോ, ഞാൻ നിന്റെ ഒരു കാര്യം പ്രെഡിക്റ്റ് ചെയ്യാൻ പോവാ. എൻ്റെ കാര്യമോ? അതെ. അത് ഇന്ന് അതുപോലെ സംഭവിച്ചില്ലെങ്കിൽ എൻ്റെ പേര് നിന്റെ ഡോഗിനിട്ട് നീ വിളിച്ചോ. ശരിക്കോ? ആ, ശരിക്കും. പറയട്ടെ? പറഞ്ഞു. ഓ, ഇന്ന് നിന്നെ കാണാൻ ഇവരൊരു ലേഡി വരും. ലേഡിയോ? അതെ. എന്നെ കാണാനോ? യെസ്. അവരൊരു നോർമൽ സ്ത്രീ ആയിരിക്കില്ല. അല്ല, അവരെന്തിനാ എന്നെ കാണാൻ വരുന്നേ? അവർക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇന്ന് അവർ വരുമല്ലോ, അപ്പം നീ തന്നെ നേരിട്ട് ചോദിച്ചോ.